പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകിന് ഡിമാൻഡ് വർദ്ധിച്ചു, വിലയും കൂടി. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് വിറകിന് ആവശ്യക്കാർ വർദ്ധിച്ചിരിക്കുന്നത്. മുൻപ് അത്യാവശ്യത്തിന് മാത്രം പോയിരുന്ന വിറക് ഇപ്പോൾ വൻതോതിൽ ഹോട്ടലുകൾക്കും വീട്ടാവശ്യത്തിനുമായി ചെലവാകുന്നുണ്ട്. ഹോട്ടലുകളിലേക്കും സദ്യ ആവശ്യത്തിനും മറ്റും കൂടുതലായി വിറക് പോകുന്നതായി വ്യാപാരികൾ പറയുന്നു. ഗ്യാസ് പ്രതിസന്ധി വിറക് വിപണിയെ ചെറുതായിട്ടൊന്ന് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഹോട്ടൽ ഫീൽഡിനാണ് ബാധിച്ചിരിക്കുന്നത്. ഹോട്ടലുകാരാണ് ഞങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. പുളിവിറകിനാണ് ആവശ്യക്കാർ കൂടുതലായും വരുന്നത്. പുളിവിറക് പാഴ്വിറകിന് വലിയതായി മൂവിങ് ഇല്ല, പക്ഷെ എന്നാലും പാഴ്വിറകിനും വരുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം കൂടുതലായിട്ടും വിലയൊന്നും കൂട്ടാനൊന്നും പറ്റില്ല. പക്ഷേ പൊതുവിലൊരു സംസാരം, ഇപ്പോൾ വിറകിന് വില കൂടുതലാണ് അങ്ങനെയൊക്കെ ഒരു സംസാരം പൊതുവെ എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്. ടണ്ണിനൊരു 500 രൂപ ഞങ്ങൾ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങളെന്താ കേട്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടണ്ണിനൊക്കെ 8000-9000 രൂപ വിറകിന് വിലയൊക്കെ അവർ കേട്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും കൂടിയിട്ടൊന്നുമില്ല. ടണ്ണിന് 500 രൂപ ആ ഒരു വേരിയേഷൻ 3 വർഷത്തിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും മരങ്ങൾ മുറിച്ചതിന്റെ തടി കഴിച്ചുള്ള ഭാഗം വിറകുപേട്ടയിൽ എത്തിച്ചാണ് മുറിച്ചു വിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ടണ്ണിന് 500 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. 7000 ഉണ്ടായിരുന്ന പുളിവിറകിന് ഇപ്പോൾ 7500 രൂപയായി. മറ്റു വിറകുകൾക്ക് 5500 ഉയർന്നു വന്ന മുടപ്പല്ലൂരിലെ പ്രമുഖ വിറക് വ്യാപാരി സ്രാജഹാൻ എന്ന കണ്ണൻ UTVയോട് പറഞ്ഞു. ഗ്യാസിന് മുന്നിപ്പം ഗ്യാസിൻ്റെ ഈ ഇഷ്യൂ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പുളിവിറക്ക് ഒരു 7000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഗ്യാസിന് പ്രതിസന്ധി പിന്നെ അതിനോടനുബന്ധിച്ച് പുളി ഇപ്പോൾ കായ്ക്കുന്ന സമയമാണല്ലോ, കായ് പറിക്കുന്ന സമയം, അതിൻ്റെ ഒരു ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 500 കൂടെ കൂട്ടാൻ പറ്റിയായിരുന്നു. ഒരു 7000 എന്നുള്ള 7500 അത്ര തന്നെ. പാഴ്വിറക് എന്നിട്ട് ടണ്ണിന് 5000 രൂപ, 5000 രൂപ എന്നുള്ളത് 5500, ഒരു 500 വേരിയേഷൻ. പക്ഷേ ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധിയോടൊപ്പം തന്നെ നമുക്ക് ഇതിന് ഈ ഇഷ്ടിക കളങ്ങളിലേക്ക് വിറകിൻ്റെ ഇത് ഉപയോഗം കൂടുതലല്ലോ. ഇപ്പോൾ അതൊരു സീസണല്ലേ, ഇഷ്ടിക കളങ്ങളിലേക്ക് നല്ലോണം വിറക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റ് ഉണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ ബിസിനസ്സുകാർക്ക്, വിറക് കച്ചവടക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു സമയമാണല്ലോ. ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, വിഷു വരെ അവർക്കൊരു സീസൺ ടൈമാണ്. ഏകദേശം എല്ലാവരും വ്യാപാരത്തിലുള്ള ആൾക്കാർക്ക് നല്ലൊരു സമയമാണല്ലോ. ഇഷ്ടികക്കളങ്ങളിലേക്കുള്ള വിറകിൻ്റെ ഒരു വില വർധനവ് എല്ലാം കൊണ്ടും ആ ഒരു സമയം, പിന്നെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ, ഗ്യാസിൻ്റെ സിറ്റുവേഷൻ എല്ലാം കൂടി ആകുമ്പം ഒരു പ്രതിസന്ധി, അത്രേ ഉള്ളൂ. ചെറിയ തോതിൽ വിറക് വന്നിരുന്നത് ഇല്ലാതായി. മരം മുറിച്ച വീട്ടുകാർ തന്നെ വിറക് ഉപയോഗിക്കുന്നതാണ് കാരണം. പ്രതിസന്ധി തുടർന്നാൽ കൂടുതൽ ആവശ്യം വരുമെന്നും അതിനുള്ള സ്റ്റോക്ക് ഉണ്ടെന്നും വിറകുപേട്ട ഉടമ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.